നമ്മളിന്നേ മട്ടൺ റിബ്സ് ഫ്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോകും. അതായത് മുട്ടനാടിന്റെ വാരിയിൽ ഫ്രൈ ചെയ്ത് ഇങ്ങക്കത് കാണിച്ചു തരാൻ വേണ്ടിട്ടേ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യാതെ മേടിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനേ നമ്മൾ വിചാരിച്ചത്ര വലിയ എളുപ്പമൊന്നുമല്ല കേട്ടോ. നമ്മളിതിലെ ഓവർ മസാലകളൊന്നും ചേർക്കാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക് ഇത് മൂന്നും അടിച്ച് പേസ്റ്റ് ആക്കിയതും മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മട്ടൻ മസാല എന്നിവ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ മസാലയിൽ നമ്മൾ ഈ മട്ടൻ്റെ വാരിയലൊക്കെ പാടി ഒന്ന് നല്ല മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിവിടെ ഓയിലിന് പകരം ബട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് ഓരോ പീസുകളതിലാണ് വെച്ചിട്ട് നല്ല ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തോളൂ. ഈ മട്ടനെ അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം എന്തായാലും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മട്ടൺ റിബ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഹൈ ലെവൽ ഓഫ് ക്വാളിറ്റി പ്രോട്ടീനും പിന്നെ സിങ്കും അയണും എല്ലാതും അടങ്ങിയതാണ് ഈ മട്ടൺ റിബ്സ്. അപ്പോൾ ഇത് മസിൽ ബിൽഡിങ്ങിനും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇത് ഒടുക്കത്തെ ഹെൽപ്പിംഗ് ആണ്. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇനി പാടിൻ്റെ ആണെങ്കിലും പോത്തിൻ്റെ ആണെങ്കിലും വാരിലിൽ നിന്ന് കീച്ചിട്ടുള്ള ഇറച്ചിയും കൗത്തിറച്ചിയും ഇത് കഴിഞ്ഞിട്ടേ വേറെ ഏതുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.